ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരു കൗതുകരമായ ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ രണ്ട് പൂജാരിമാരെ കണ്ടു. അപ്പോൾ അവർ ഇരട്ടകളാണ്. പൂജാരിമാരെന്ന് പറഞ്ഞാൽ ഇരട്ടകളാണ്. അവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുക. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്ക് ഉറി പൂജയിലൂടെ അല്ലെങ്കിൽ എന്താണ് ഉറി പൂജയിലൂടെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും എന്താണ് പറയുക ഇരട്ടകളായ ആ പൂജാരിമാരെയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് അവരിലേക്ക് പോകാം. എൻ്റെ പേര് പ്രകാശ്, എൻ്റെ സഹോദരൻ പ്രമോദ്. ഞങ്ങൾ രണ്ടുപേരും ക്ഷേത്രത്തിലെ പൂജാരിമാരാണ്. ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂജാരിമാരാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് മേശാന്തിയെ അവരാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പല സമയത്തുമേ നമ്മൾ ആൾക്കാർ വന്നിട്ട് ഈ വഴിപാടിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ തലേദിവസത്തെ വഴിപാടിൻ്റെ കാര്യമൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പം അന്നത്തെ ദിവസം ഞാൻ ചിലപ്പോൾ അവധിയായിരിക്കും, അന്ന് അമ്പലത്തിൽ വന്ന് കാണത്തില്ല. അവർ വന്നിട്ട് നമ്മളോട് വന്നിട്ട് ഇന്നലത്തെ അല്ലെ തകിടിൻ്റെ കാര്യം പറഞ്ഞത് പൂജയുടെ കാര്യം പറഞ്ഞത് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ വല്ലാണ്ടിരിക്കുന്നതാണ്. അവർക്ക് തന്നെ സംശയം ഇത്ര പെട്ടെന്ന് ഒരു വഴിപാട് പറഞ്ഞിട്ട് അതിന് പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കാണുമ്പോൾ അവർക്ക് ആ ടെൻഷൻ മാറും. അങ്ങനെ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാം. ഇങ്ങനെ അറിയാൻ വയ്യാതെ ആദ്യമായിട്ടൊക്കെ ഇവിടെ എത്തുന്നവർക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അവർ വിഷമമുണ്ട്. ഒരാൾ നമ്മുടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റ് ഇതുപോലെ ഇദ്ദേഹത്തെ കണ്ടിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒരു പരിചയഭാവം കാണിച്ചില്ല. വേറൊരു ദിവസം ഞങ്ങൾ ടൗണിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് കണ്ടപ്പോൾ ഭയങ്കര ഗമയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറാന്ന് പറഞ്ഞു. പിന്നെ ഒരു തവണ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു ദിവസം നിങ്ങളാണ് എങ്കിൽ അടുത്ത ദിവസം അദ്ദേഹത്തിനാണ് ഡ്യൂട്ടി എങ്കിൽ ഏറെക്കുറെ ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് നമ്മൾ ഇവിടെ എത്താത്ത ദിവസം വരുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരാളെ മാത്രം കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ പിറ്റേ ദിവസം എന്നെ കാണുമ്പോൾ ഒരു വലിയൊരു എന്താ പറയുക ഒരു പരിചയക്കേട് കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായും കൊടുത്ത വഴിപാട് കഴിച്ചോ വഴിപാടിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ വിഷമിച്ചൊക്കെയാണ്. പിന്നെ ചിലപ്പോൾ പിറ്റേ ആഴ്ച മാസം വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാകുന്നത്. അപ്പോൾ അവർ തന്നെ നമ്മളോട് ഇങ്ങനെ പറയും ഇതുപോലെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ പിന്നെ രണ്ടുപേരോടെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ആ വിഷമമാണ് മാറും. ഞങ്ങളുടെ പേര് ഞങ്ങൾ ആരോടും പറയാറില്ല. കാര്യം ആൾക്കാർ മൊബൈൽ നമ്പർ ചോദിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് ഇരട്ട തിരുമേനിമാരെന്നാണ്. കാര്യം ഈ പ്രമോദ് പ്രകാശ് എന്നൊക്കെ ഇഷ്ടം പോലെ പേരുള്ളതാണ്. അതുകൊണ്ട് ഇരട്ട തിരുമേനിമാരെന്നാണ് മിക്കവാറും കൂടുതൽ ഫോണിൽ ട്വിൻസ് തിരുമേനി അങ്ങനെയൊക്കെയാണ് കൂടുതലും മൊബൈലിൽ ആൾക്കാർ സേവ് ചെയ്തിട്ടേക്കുന്നത്. കാര്യം പേരിനത് വലിയ അത് തിരിച്ചും മറിച്ചൊക്കെ വിളിക്കും. നമ്മൾ പിന്നെ ഏത് പേര് വിളിച്ചാലും ഞങ്ങൾ ഇപ്പൊ പറയേണ്ട പേര് ഞാൻ പ്രമോദ്, അദ്ദേഹം പ്രകാശ് പേര് പറഞ്ഞിട്ടാണ്. 5 മിനിറ്റ് ഞാനാണ് മൂത്തതില്ല. ഓക്കെ, വളരെ സന്തോഷം നിങ്ങളെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയത്. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയതിലുള്ള വളരെ സന്തോഷം. നിങ്ങൾ പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടോ? ചാനലുകളൊക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, വളരെ സന്തോഷം. അപ്പം ഞങ്ങൾക്കും നിങ്ങളെ ഫീച്ചർ ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷമുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും രോഹിണി നാൾ നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ. ആ പൂജയിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പൂജയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അത്ഭുതകരമായ അനുഗ്രഹമാണ് ഭഗവാന്റെ ഉണ്ടാകുന്നത്. ആഗ്രഹ സബലീകരണമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആഗ്രഹ സബലീകരണത്തിനായി ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിലെത്തി ഈ ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ആഗ്രഹ സബലീകരണ ശേഷം ഭഗവാന്റെ തിരുമുമ്പിൽ ഉറി വഴിപാട് ഒരു വലിയ പ്രധാന വഴിപാട്. ലോകത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു വഴിപാടാണ്. ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയും ആഗ്രഹ സബലീകരണ ശേഷവും ഭഗവാന്റെ മുമ്പിൽ ഉറി സമർപ്പണം. ആ ഉറിയിൽ വെണ്ണ, ലഡു, ഉണ്ണിയപ്പം, അവല്, ഉണ്ടശർക്കര, കദളിപ്പഴം, പഞ്ചസാര അടക്കമുള്ള വിവിധ ദ്രവ്യങ്ങൾ നിറച്ചാണ് ഭഗവാൻ തിരുമുമ്പിൽ സമർപ്പിക്കുന്നത്. ആ സമർപ്പിക്കുന്ന ദ്രവ്യത്തിൽ നിന്നും കുറച്ച് മേൽശാന്തിമാരെടുത്തുകൊണ്ട് ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി ഉണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിൽ വെച്ച് പൂജിച്ച് ഈ സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് കൊടുത്ത് അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ നമുക്ക് എല്ലാവിധമായ അനുഗ്രഹവും ലഭിക്കുന്ന ഒരു പുണ്യസങ്കേതമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ പൂജ ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് അവരുടെ വ്യക്തിപരമായും കുടുംബപരമായ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായി എടുത്തു പറയേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ സന്താനഭാഗ്യമില്ലാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഈ പൂജയിൽ പങ്കെടുത്ത് അവരുടെ ആഗ്രഹ സബലീകരണം ലഭിച്ചത്. വിവാഹശേഷം 5 വർഷം മുതൽ 23.5 വർഷം വരെ സന്താനഭാഗ്യമില്ലാതെ നിരാശരായി വളരെ അധികം ചികിത്സയൊക്കെ നടത്തി വളരെ നിരാശരായി കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച ഈ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്ത്
അതിനുശേഷം അവർക്ക് 2-3 മാസത്തെ പൂജ കഴിയുമ്പോൾ തന്നെ അവർക്ക് അനുഗ്രഹം. ഇന്ന് തന്നെ 21 മാസത്തെ പൂജ കഴിഞ്ഞപ്പോൾ വിവാഹശേഷം 7 വർഷമായി സന്താനഭാഗ്യമില്ലായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സന്താനഭാഗ്യം ലഭിച്ചതായിട്ട് വന്ന് ഭഗവാന്റെ മുമ്പിൽ പറയും. അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് സന്താനഭാഗ്യം ലഭിച്ചത്. ഇപ്പം സന്താനഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്ഭുതകരമായും കൗതുകകരമായും ചില കാര്യങ്ങൾ പറയുന്നത്, ഞങ്ങൾ സാറേ 10-15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിനെ തരണം എന്ന് ഭഗവാന്റെ മുമ്പിൽ ഞങ്ങൾ ഏറെ അപേക്ഷിച്ചു. ഞങ്ങൾക്ക് ഭഗവാൻ 2 തന്നു. 2 കുഞ്ഞുങ്ങളെ, ഇരട്ട കുഞ്ഞുങ്ങളെയാണ് കൂടുതലായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അന്നപ്രാശം ചോറ് കൊടുപ്പിനുമായി ഈ ക്ഷേത്രത്തിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ചോറ് കൊടുക്കാനുള്ള ഭാഗ്യം വളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ അനുഭവിച്ചിരിക്കുന്നത് മേൽശാന്തിമാർ ഇപ്പോൾ 2 പേരാണ്. അവർ ഇരട്ടകളാണ്. അതൊരു വലിയ കൗതുകം എന്ന് പറയുന്നത്. കാരണം ഈ മേൽശാന്തിമാർ അവർ സഹോദരന്മാരാണ്. പ്രകാശ് നമ്പൂതിരിയും പ്രമോദ് നമ്പൂതിരിയും. അവർ ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഉള്ള താമസിക്കുന്ന ആളുകളാണ്. അവർ അവരുടെ 10ാം വയസ്സിന് മുതൽ അവർ അച്ഛനോടൊപ്പം ഈ ക്ഷേത്രത്തിൽ വരികയൊക്കെ ചെയ്ത് അതിനുശേഷം ഇവിടെ നടക്കുന്ന ഭഗവാന്റെ 10 അവതാരം ചാർത്ത് നടക്കുന്നുണ്ട്. ദശാവതാര ചാർത്ത്. ആ ദശാവതാര ചാർത്ത് നടത്തുന്നവരാണ്. വളരെ ഭംഗിയായി ദശാവതാരങ്ങൾ ഓരോ ദിവസവും ആ ഭഗവാന്റെ വിവിധ വ്യത്യസ്തങ്ങളായ ഭാവവും രൂപത്തിൽ ചാർത്തി വളരെ ഭംഗിയോട് ജനങ്ങൾക്ക് ദർശനത്തിനായി ചാർത്തി കൊടുക്കുന്നവരാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അവരുടെ 10 വയസ്സ് മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ അവർ വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് അവർ മേൽശാന്തിമാരല്ലെങ്കിൽ പോലും ഈ അടുത്ത സമയത്താണ് അവർ മേൽശാന്തിമാരായത്. ഈ മേൽശാന്തി പ്രധാനമായി ഉള്ളത് പ്രകാശ് നമ്പൂതിരി, പ്രമാദ് നമ്പൂതിരി ഉണ്ട്. ഇവർ 2 പേരും കൂടിയാണ് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വരുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഭഗവാന്റെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ ചോദിച്ചപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ചോറ് കൊടുക്കാൻ വരുമ്പം ഞങ്ങൾ പറയുകയും ചെയ്യും. കാരണം വളരെ കൗതുകമാണ്. ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ഇരട്ടകളായ മേൽശാന്തിമാർ അവർക്ക് അന്നപ്രാശം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു വലിയ കൗതുകം തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ പൂജയും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ഭഗവാന്റെ മുമ്പിൽ വളരെ ഭക്തർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നു. അവരുടെ ചാർത്ത ഭഗവാനെ ഓരോ ദിവസവും ഗുരുവായൂരപ്പനെ ഒരുക്കുന്ന പോലെ വ്യത്യസ്തങ്ങളായ ഭാവത്തിൽ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെയും വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനെയും അതുപോലെയുള്ള വളരെ സന്തോഷവാനായിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ ചാർത്തി ഭക്തജനങ്ങൾക്ക് സുഖദർശനത്തിന് വേണ്ടി അവർ തയ്യാറായി കൊടുക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഈ ഉറി വഴിപാടും വളരെ പ്രാധാന്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഇതുവരെ തിരക്കുണ്ട്. ഇങ്ങനെ ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഭഗവാൻ അനുഗ്രഹം പ്രത്യേകമായി ഉണ്ടാകാറുണ്ട്. ഓം കമലാനാഥായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ലീലാമാനുഷ വിഗ്രഹായ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃതം വന്ദേ. ദേവകീ നന്ദനം സദാ പദാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയനാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശുക്ലാം
ജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. എല്ലാ മാസവും രോഹിണി നാൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ദിവസമാണ് പ്രധാനപ്പെട്ട പൂജ നടക്കുന്നത്. ഏകദേശം 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പൂജയുടെ കാര്യങ്ങളൊക്കെ ആരംഭിക്കും. 10 മണിക്ക് തുടങ്ങും. എനിക്ക് തോന്നുന്നു ഇന്നൊരു 12 മണിക്ക് ഒക്കെ ആയ, അല്ല 12 മണിക്ക് മുമ്പ് പൂജ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താണ് പറയുക, അന്നദാനമുണ്ട്. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നദാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം എന്താണ് പറയുക, നമ്മളിവിടുന്ന് യാത്ര തുടരുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുടെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.